പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മീനുവിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ്. മീനു തൻ്റെ ബിസിനസ്സിന് ഭീഷണിയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ശിവരഞ്ജിനി. ഇതേ തുടർന്ന് ശിവരഞ്ജിനി എത്രയും പെട്ടെന്ന് തന്നെ മീനുവിനെ ഒതുക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ശിവരഞ്ജിനി. മാത്രവുമല്ല, മീനുവിൻ്റെ പാചകത്തെക്കുറിച്ച് അറിയണമെന്നുള്ള നീക്കവുമായി മുന്നിലേക്ക് വരുന്ന ശിവരഞ്ജിനി ഇതേ തുടർന്ന് മീനുവിൻ്റെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. ഇതോടെ മീനുവിന് നന്നായി കുക്ക് ചെയ്യാൻ അറിയാം എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് ശിവരഞ്ജിനി. ഇതോടെ മീനുവിനെ ചെന്ന് കാണുന്ന ശിവരഞ്ജിനി, നിനക്ക് പാചകം ചെയ്യാൻ അറിയാം എന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നിന്റെ ഈ കഴിവ് വെച്ച് എൻ്റെ കമ്പനിയുമായി ഏറ്റുമുട്ടാൻ ഞാൻ അനുവദിക്കുകയില്ല. നീ തോൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ ആരുമായി ഏറ്റുമുട്ടാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുകയാണ് മീനു. എനിക്ക് ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലാതെ മറ്റൊരാളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയല്ല. എനിക്ക് അതിൻ്റെ ആവശ്യവുമില്ല. നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതേപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോകുന്നു ശിവരഞ്ജിനി. ഇതേ തുടർന്ന് മീനുവിൻ്റെ മനസ്സിലിരിപ്പ് നല്ലതാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുന്ന ശിവരഞ്ജിനി മീനുവിനെ ഭയക്കേണ്ടതില്ല എന്ന് അറിയുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ സമയമാണ് പാർവതി ശിവരഞ്ജിനിയുടെ കാര്യങ്ങൾ അറിയാനിടയാകുന്നത്. ഇതോടെ പാർവതി ഉടൻ തന്നെ ശിവരഞ്ജിനിയുടെ അടുത്തേക്കൊന്നും ഇനി നീ പോകേണ്ടതില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി അമ്മ അങ്ങനെ പറഞ്ഞത് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്തുകൊണ്ടാണ് അമ്മ ശിവരഞ്ജിനിയെ ഭയപ്പെടുന്നത് എന്ന് മീനു ചോദിക്കുന്നു. നമുക്ക് അവരെ ഭയപ്പെട്ട് ജീവിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അവർ ആരാണ്? എന്തിനാണ് നമ്മൾ അവരെ ഭയപ്പെടുന്നത്? അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജോലി ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോകാം. അത്ര തന്നെയാണ് ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. അവർ എന്നെ വന്ന് കാണുന്നതിൽ അമ്മ എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടത് എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് കാര്യമെന്ന് വ്യക്തമാക്കാൻ ഇതേ തുടർന്ന് പാർവതിയോട് മീനു ആവശ്യപ്പെടുന്നുവെങ്കിലും പാർവതി അതിന് തയ്യാറാകുന്നില്ല. ഇതേ സമയം മീനുവിൻ്റെ കുടുംബത്തെ പറ്റിയുള്ള അന്വേഷണവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ശിവരഞ്ജിനി. ഇതേ തുടർന്നാണ് ശിവരഞ്ജിനിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവ് ഉണ്ടാകുന്നത്. തൻ്റെ പഴയ കാലത്തെ കാര്യങ്ങളെല്ലാം ഇതേ തുടർന്ന് ശിവരഞ്ജിനി ഓർക്കുകയാണ്. സമ്പന്നയായ താൻ വളരെ പാവപ്പെട്ട ഒരാളുമായി ഇഷ്ടത്തിലാകുന്നതും ഇതേ തുടർന്ന് തൻ്റെ കുടുംബക്കാർ അവരുടെ പ്രണയബന്ധത്തെ എതിർത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്നതും. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും തൻ്റെ പ്രാണനാഥനെ വിട്ടുകളയാൻ താൻ തയ്യാറല്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് ശിവരഞ്ജിനി പോയിരുന്നു. എന്നാൽ ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായി അയാളെ കാണാതാകുന്നത്. അയാൾ തന്നെ ചതിച്ചു കൊണ്ടുപോയി എന്നാണ് ശിവരഞ്ജിനിയോട് എല്ലാവരും പറയുന്നത്. ശിവരഞ്ജിനിയുടെ പണത്തിനും സ്വത്തിനും വേണ്ടിയായിരുന്നു അയാൾ ശിവരഞ്ജിനിയുമായി പ്രണയം നടിച്ചത് എന്നും അയാൾ വലിയൊരു ചതിയൻ തന്നെയാണ് എന്ന് അവർ പറയുകയും ചെയ്തത് ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ശിവരഞ്ജിനിയെ. എന്നാൽ ഇതേ തുടർന്നാണ് ശിവരഞ്ജിനി താൻ ഗർഭിണിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. വീട്ടിലുള്ളവർ ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയും കുട്ടിയെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ താനതിന് തയ്യാറല്ല എന്നുള്ള കാര്യം ശിവരഞ്ജിനി ഇതേ തുടർന്ന് തുറന്നു പറയുകയാണ് അവരോട്.
താൻ കുഞ്ഞിനെ പ്രസവിക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ശിവരഞ്ജിനി മുന്നിലേക്ക് ശക്തമായി പോവുകയും ചെയ്യുന്നു. പക്ഷേ പ്രസവിച്ചതിന് ശേഷം കുട്ടി മരിച്ചു എന്നുള്ള വാർത്തയാണ് ശിവരഞ്ജിനി കണ്ണു തുറക്കുമ്പോൾ അറിയാനിടയാകുന്നത്. ഇതോടെ ശിവരഞ്ജിനി മാനസികമായി തകർന്നു പോകുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാത്ത അവസ്ഥ. ഇതേ തുടർന്നാണ് താൻ ഇത്രയും വലിയ സാമ്രാജ്യം ഒറ്റയ്ക്ക് കെട്ടിപ്പടുത്ത് മുന്നിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പോഴാണ് അന്ന് തന്നെ എല്ലാവരും കൂടി പെടുത്തിയതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. തൻ്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല. ആ കുഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത് മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. ഒടുവിൽ ആ കുഞ്ഞ് പാർവതിയുടെ കയ്യിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വളർന്നു വലുതായി മീനുവായി തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നത് താൻ നൊന്ത് പ്രസവിച്ച മകൾ തന്നെയാണ് എന്നുള്ള കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ശിവരഞ്ജിനിയെ. ഇതോടെ താൻ അറിഞ്ഞ കാര്യങ്ങളിലെ സത്യം ഒന്നുകൂടി കൺഫേം ആക്കണം എന്നുള്ള തീരുമാനവുമായി പാർവതിയെ ചെന്ന് കാണാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ശിവരഞ്ജിനി. പക്ഷേ അപ്രതീക്ഷിതമായുള്ള ഈ സത്യങ്ങളുടെ പുറത്തുവരവ് പാർവതിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു കളയുന്നു. തൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷയായി ഇപ്പോൾ ഒരാൾ മാത്രമേയുള്ളൂ. അത് തൻ്റെ മീനുവാണ്. മീനുവിനെ വിട്ടുകളയാൻ ഞാൻ ഒരുക്കമല്ല. അത് എന്തൊക്കെ സംഭവിച്ചാലും അങ്ങനെ തന്നെയാണ്. ഞാൻ അവൾക്ക് വേണ്ടി പോരാടുക തന്നെ ചെയ്യും. അവളുടെ അമ്മ ഞാൻ തന്നെയാണ്. മറ്റാർക്കും ആ അവകാശത്തിൽ കൈകടത്താൻ ഞാൻ സമ്മതം നൽകുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് പാർവതിയുടെ തൻ്റെ തീരുമാനം അറിയിച്ചിരിക്കുകയാണ് ശിവരഞ്ജിനിയെ. ഇതോടെ ശിവരഞ്ജിനി മനസ്സിലാക്കുകയാണ് തൻ്റെ മകൾ തന്നെയാണ് മീനു എന്നുള്ള സത്യം. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.